ഹലോ ഗൈസ്, ചമ്പനീർ പൂവിൻ്റെ പുതിയ എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ സച്ചി ചൂടാവുകയാണ് കേട്ടോ. അവൾക്ക് വയ്യാണ്ടിരിക്കുമ്പോൾ ഇച്ചിരി വെള്ളം എടുത്ത് കൊടുക്കാൻ പാടില്ല എന്നൊക്കെ ചോദിക്കുവാണ്. എന്നിട്ട് നേരെ ചെന്നിട്ട് നമ്മുടെ ശ്രുതിയുടെ അടുത്ത് ചോദിക്കുക, നീ ഒരു പെണ്ണല്ലേ, നിനക്കിതൊന്നും പറ്റത്തില്ലേ എന്ന് ചോദിക്കുവാണ്. ഇതൊക്കെ കേൾക്കുമ്പോൾ ശ്രുതിക്ക് ദേഷ്യവും ഹരിശവും ഒക്കെ വരുന്നുണ്ട് കേട്ടോ. കഴിയുമ്പോൾ സച്ചി അവിടെ നിന്ന് പോയി കഴിയുമ്പോൾ ശ്രുതി ഇങ്ങനെ കഴിക്കാതിരിക്കുന്നത് കാണുമ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറയാം, മോള് കഴിക്കുക, മോളെന്തിനാ കഴിക്കാതിരിക്കുന്നതെന്ന് പറയുവാണ്. അത് കേട്ടോ ശ്രുതിയും ചന്ദ്രയും കൂടെ അവിടെ ഇരുന്ന് കഴിക്കുവാണ്. പിന്നെ മുകളിലോട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും സച്ചി രേവതിയോട് പറയുക, നീ ഇവിടെ ഇരിക്കുക, ഞാൻ പോയിട്ട് കഷായം ഉണ്ടാക്കിയിട്ട് വരാമെന്ന് പറയുവാണ്. എന്നിട്ട് നമ്മുടെ സച്ചി ചന്ദ്രയോട് പറയുന്നുണ്ട്, ഈടായിട്ട് അവൻ ഇച്ചിരി കൂടുന്നുണ്ട് കേട്ടോ അമ്മേ എന്നിങ്ങനെയൊക്കെ പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്കും ശ്രുതി ഒന്നും മിണ്ടുന്നില്ല. എന്നിട്ട് ശ്രുതി പറയുക, അമ്മ എന്തേലും ഒന്ന് ചെയ്യുക എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രേവതി ചുമച്ചുകൊണ്ട് താഴോട്ട് വരുന്നുണ്ട്. അപ്പോൾ രേവതിയെ കാണുമ്പോഴേക്കും ശ്രുതി പറയുന്നു, ദേ വരുന്നു ആൻറ്റി എന്ന് പറയുവാണ് കേട്ടോ. അപ്പോൾ ചന്ദ്ര ഇങ്ങനെ സൈഡിൽ കൂടി ഇങ്ങനെ നോക്കുന്നുണ്ട്. എന്നിട്ട് പറയാം, ഓ അവളുടെ ഒരു അഭിനയം, എന്തൊരു അഭിനയം, എത്ര വയ്യാതിരുന്നോൾ ഇപ്പം ചാടിത്തുള്ളി താഴോട്ട് വരുന്ന കണ്ടില്ലേ, ഇതൊക്കെ കണ്ടാൽ മനസ്സിലാവുകയല്ലേ, നിങ്ങൾ കഴിക്കുക, ഇനി ചുമ്മാ അതും നോക്കിയിരിക്കേണ്ടെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ അടുക്കളയിൽ എത്തുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, നീ എന്തിനാ ഇപ്പം വന്നേ, നീ അവിടെ പോയി കടാ, ഞാനിത് ചെയ്തോളാം എന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും രേവതി പറയാം, ഞാനിവിടെ നിൽക്കാം എന്ന് പറഞ്ഞാൽ അവിടെ മാറി നിൽക്കുന്നുണ്ട്. വേണ്ട പോകാനല്ലേ പറഞ്ഞതെന്ന് പറഞ്ഞ് രേവതിനെ കയറ്റി വിടുവാണ് കേട്ടോ. അങ്ങനെ കഷായം കൊണ്ട് മുറി വന്നിട്ട് സച്ചി പറയുകയാണ്, ഇത് കുടിച്ചു കഴിഞ്ഞാൽ മാറിക്കോളും, നല്ല കഷായമാണെന്ന് പറയുവാണ്. അപ്പോഴത്തേക്കും അത് കുടിക്കാൻ വേണ്ടിയിട്ട് രേവതി എടുക്കുമ്പോഴേക്കും രേവതി ഓക്കാനിക്കുക. അപ്പോഴത്തേക്കും ചോദിക്കും, എന്ത് പറ്റി, എന്തെങ്കിലും കുടിച്ചാൽ ഇത് ഓക്കാനിക്കേണ്ടതല്ലോ എന്നൊക്കെ സച്ചി പറയുമ്പോൾ രേവതി ഞാൻ ഒന്നും കഴിച്ചിട്ടില്ല, രാവിലെ തൊട്ട് വിശന്നിട്ടാന്ന് പറയുമോ, വെറും വയറ്റിൽ കഴിച്ചിട്ടാന്ന്. അപ്പോഴത്തേക്കും സച്ചി ചാടിത്തുള്ളി താഴെ ചെന്ന് ഡൈനിങ് ടേബിളിൽ നിന്ന് പ്ലേറ്റൊക്കെ എടുത്ത് ചോറും കറിയൊക്കെ വിളമ്പുകയാണ് കേട്ടോ. ഇതൊക്കെ കണ്ട് അവർ മിണ്ടാതെ നോക്കിയിരിക്കുന്നുള്ളൂ, ഒന്നും മിണ്ടുന്നില്ല. അങ്ങനെ എടുത്ത് മുറി കൊണ്ടുവരുവാണ്. മുറി കൊണ്ടുവരുമ്പോഴത്തേക്ക് രേവതി എഴുന്നേറ്റിരിക്കുവാണ് കേട്ടോ. രേവതി എഴുന്നേറ്റിരുന്നിട്ട് രേവതി പറയുന്നുണ്ട്, ഞാൻ പോയി കൈ കഴുകിയിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും സച്ചി പറയുന്നുണ്ട്, വയ്യാത്തല്ലേ, വേണ്ട ഇവിടെ ഇരിക്കും, ഞാൻ വാരി തരാമെന്ന് പറയുവാണ് കേട്ടോ. അങ്ങനെ സച്ചി രേവതിക്ക് ഫുഡെല്ലാം വാരി കൊടുക്കുവാണ്. ഇതെല്ലാം കാണുമ്പോഴത്തേക്ക് രേവതിക്ക് ആകെ വിഷമവും സങ്കടവും സന്തോഷവും ഒക്കെയാണ് കേട്ടോ. അത് കഴിയുമ്പോൾ രേവതി ഫുഡെല്ലാം വാരി കൊടുത്തിട്ട് സച്ചി പറയുകയാണ്, ഈ കഷായം കുടിക്കുക, അത് തണുത്ത് പോയി കാണും അല്ലേ, അല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടി ചൂടാക്കിയിട്ട് വരാമെന്ന് പറയുമ്പോഴത്തേക്കും വേണ്ടാന്ന് പറഞ്ഞ് പെട്ടെന്ന് രേവതി എഴുന്നേറ്റ് സച്ചിനെ കെട്ടിപ്പിടിക്കുവാണ് കേട്ടോ. സച്ചിനെ കെട്ടിപ്പിടിക്കുമ്പോഴത്തേക്കും സച്ചിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയാണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. സച്ചി തിരിച്ച് കെട്ടിപ്പിടിക്കുന്നില്ല, ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുവാണ് കേട്ടോ. കഴിഞ്ഞ് പിന്നെ രേവതി ഇങ്ങനെ പിടുത്തം വിടാതെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് ചേർന്ന് നിൽക്കുന്ന കാണുമ്പോഴത്തേക്കും സച്ചിൻ തിരിച്ച് കെട്ടിപ്പിടിക്കുവാണ്. സച്ചി കെട്ടിപ്പിടിച്ചിട്ട് രേവതിയുടെ നെറ്റിയിലൊരു ഉമ്മയൊക്കെ കൊടുക്കുവാണ്. എന്നിട്ട് അവർ രണ്ടുകൂടെ കെട്ടിപ്പിടിച്ച് അങ്ങനെ തന്നെ കട്ടിലേക്ക് കിടക്കുന്നതായിട്ടാണ് കേട്ടോ കാണിക്കുന്നത്. പിന്നെ കാണിക്കുന്നത് കുറേ കഴിയുമ്പോഴത്തേക്കും പിറ്റേ ദിവസം രാവിലെ രേവതി എഴുന്നേൽക്കുന്നതാണ്. രേവതി എഴുന്നേൽക്കുമ്പോഴത്തേക്കും രേവതിയുടെ മുഖത്ത് ചെറിയൊരു സന്തോഷമൊക്കെ ഉണ്ട്, ചെറിയൊരു പുഞ്ചിരിയൊക്കെ ഉണ്ട്, നാണം കുണിയൊക്കെയാണ് രേവതി എഴുന്നേൽക്കുന്നത്. സിന്ദൂരമൊക്കെ പടർന്നിരിപ്പുണ്ട്. അപ്പം രേവതി എഴുന്നേറ്റ് അങ്ങ് കട്ടിലേന്ന് നിന്ന് പോകുമ്പോഴത്തേക്കും രേവതിയുടെ സാരി ആരോ വലിക്കുന്നതോട് തോന്നുന്നു കേട്ടോ. അപ്പോൾ സച്ചി അഴിക്കുന്ന ഓർത്ത് ഇങ്ങനെ തിരിഞ്ഞു നോക്കുമ്പോഴേക്കും സച്ചി തിരിഞ്ഞ് കിടക്കാൻ നേരത്ത് രേവതിയുടെ സാരി തുമ്പയിലോട്ടാണ് കയറി കിടക്കുന്നത് കേട്ടോ. അപ്പോഴത്തേക്കും രേവതിക്ക് സാരി എടുക്കാൻ വേണ്ടി രേവതി വലിക്കുമ്പോഴത്തേക്കും രേവതി നേരെ മറിഞ്ഞ് സച്ചിയുടെ മേത്തോട്ട് വീഴുക. അതൊന്നും പക്ഷേ സച്ചി അറിയുന്നില്ല, സച്ചി അപ്പോഴും നല്ല ഉറക്കം. എന്നിട്ട് രേവതി ഒരു കണക്കിന് സാരി സച്ചിയുടെ മേത്ത് നിന്ന് മാറ്റി അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുകയാണ്. കുളിക്കാൻ വേണ്ടിയിട്ട് തോർത്തും സാധനമൊക്കെ എടുത്തുകൊണ്ട് പോവുക. എന്നാലും കണ്ണാടി നോക്കി നടന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചിന്തിച്ച് ഭയങ്കര സന്തോഷത്തിലും നാണം കുടുങ്ങി നിൽക്കുകയാണ് കേട്ടോ രേവതി. ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര സന്തോഷമെന്നാണോ, ഇങ്ങനെ ഓരോന്നൊക്കെ ചിന്തിച്ച് സച്ചിനെ ഇങ്ങനെ നോക്കിക്കൊണ്ടും ഇരിക്കുവാണ്. എന്നിട്ട് ഒടുവിൽ കുളിക്കാൻ വേണ്ടി പോവുകയാണ്. കുളിച്ചിട്ട് വന്നു കഴിയുമ്പോൾ പൊട്ടൊക്കെ വെച്ച് സിന്ദൂരമൊക്കെ വെച്ച് ഭയങ്കര സന്തോഷത്തോടെ അവിടുന്ന് സച്ചിനെ നോക്കിയിട്ട് പയ്യെ മുറിയിൽ നിന്ന് ഇറങ്ങുവാണ്. അങ്ങനെ മുറിയിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വാതിലടച്ച് കഴിയുമ്പോഴും രേവതി ഇതുപോലെ തന്നെ ചിന്തിച്ചുകൊണ്ടിരുന്ന് ചന്ദ്ര അവിടെ നിൽക്കുന്നൊന്നും കാണുന്നില്ല, ഇങ്ങനെ സ്വപ്നം കണ്ട് ഇങ്ങനെ നിൽക്കുവാണ്. അപ്പോൾ രേവതിയെ കാണുമ്പോഴേക്കും ചന്ദ്ര കുളിയെല്ലാം കഴിഞ്ഞ് തലയിൽ കെട്ടിയേക്കുന്നതുകൊണ്ടിട്ട് ചോദിക്കും, നീ ഇതെങ്ങോട്ട് പോവാ? ഞാൻ വിളക്കത്തിക്കാൻ പോവായിരുന്നമ്മേ എന്നിങ്ങനെ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ചു പറയുവാണ്. അപ്പോഴത്തേക്കും ചന്ദ്ര ചോദിക്കുക, നിൻ്റെ വീട്ടിലൊന്നും പഠിപ്പിച്ചിട്ടൊന്നുമില്ലേ, ശുദ്ധിയില്ലാത്ത സമയത്ത് വിളക്ക് കത്തിക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ചിട്ടില്ല എന്ന് ചോദിക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ എല്ലാം പഠിപ്പിച്ചാൽ വിട്ടേക്കുന്നത്, എനിക്ക് അതൊക്കെ അറിയാം അമ്മേ, എനിക്ക് അങ്ങനെയൊന്നും അല്ല എന്ന് പറഞ്ഞില്ലേ എന്ന് ചോദിക്കും. അപ്പം ഈ മാറ്റമെല്ലാം കണ്ട് അന്നം വിട്ട് ഇവക്ക് വട്ടായോ എന്നുള്ള രീതിയിൽ ചന്ദ്ര രേവതി തന്നെ നോക്കി വയ്ക്കുക. എന്നിട്ട് പറയാണ്, നിന്നോടല്ലേ കത്തിക്കണ്ടെന്ന് പറഞ്ഞ് എന്നിങ്ങനെ പറയുവാണ് കേട്ടോ. അപ്പോഴേക്കും തിരിച്ച് രേവതി പറയുന്നുണ്ട്, പൊന്നമ്മ ഒന്ന് വിശ്വസിക്കുക, അങ്ങനെയല്ല എന്ന് പറയുമ്പോഴത്തേക്കും പിന്നെ ചന്ദ്ര ചോദിക്കുക, പിന്നെ നീ എന്തിനാ വെളുപ്പിന് എഴുന്നേറ്റ് കുളിച്ചതെന്ന് ചോദിക്കുവാണ്.
അപ്പോഴത്തേക്ക് രേവതി നിന്ന് പരുങ്ങുവാണ് കേട്ടോ. അതിപ്പോൾ ഞാൻ അമ്മയോട് എങ്ങനെയാണ് പറയുന്നത്, ഒന്നുമില്ല, ഇന്നലെ ഞാൻ കുളിച്ചില്ലല്ലോ, ഇന്ന് കൊണ്ട് കുളിച്ചിട്ടിങ്ങനെ എഴുന്നേറ്റു എന്നേ ഉള്ളൂ എന്ന് പറയുകയാണ്. എന്നാലും ചന്ദ്രയ്ക്ക് എന്തോ വിശ്വാസമാവാത്ത രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെ നിൽക്കുവാണ്. പക്ഷേ ചന്ദ്രമതി പറയുകയാണ്, എന്തായാലും നിന്നോട് വിളക്ക് കത്തിക്കണ്ടെന്ന് പറഞ്ഞാൽ നീ കത്തിക്കണ്ടെന്ന് പറഞ്ഞാൽ കത്തിക്കണ്ടെന്ന് പറയുമ്പോഴത്തേക്കും രേവതി പറയുക, ഞാനും ഈ വീട്ടിലൊരു മരുമോളാന്ന് പറയുവാണ് കേട്ടോ. അപ്പോഴത്തേക്കും ചന്ദ്രമതി പറയുക, നീ വീട്ടിലെ മരുമോളായിട്ട് ഞാൻ കണക്കാക്കിയിട്ടില്ല, നിനക്കൊരു പണി തന്നിട്ടുണ്ട്, ഫുഡ് ഉണ്ടാക്കൽ. ഈ വീട്ടിലെ വേലക്കാരിയായിട്ട് മാത്രമേ ഞാൻ നിന്നെ കണക്കാക്കിയിട്ടുള്ളൂ. എനിക്ക് ഒരേ ഒരു മരുമോളേ ഉള്ളൂ, അതെൻ്റെ ശ്രുതിമോളാന്ന് പറയുവാണ് കേട്ടോ. ഇതൊക്കെ കേൾക്കുമ്പോഴത്തേക്ക് രേവതിക്ക് ആകെ വിഷമം വരുവാണ്. രേവതിയുടെ മുഖമൊക്കെ മാറി സങ്കടം വരുവാണ്. രേവതിക്കാണെങ്കിൽ സച്ചിയായിട്ട് ഒന്നിച്ചുകൊണ്ട് ഇന്ന് വിളക്ക് കത്തിച്ച് ദൈവത്തിന് നന്ദി പറയണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു. അപ്പം അത് നടക്കാൻ പറ്റാത്തതിൻ്റെയും ഇങ്ങനെ പറഞ്ഞതിൻ്റെ ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും രേവതിക്ക് ആകെ വിഷമം വരുവാണ്. കഴിയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുക, നീ അടുക്കളയിലോട്ട് പോകാൻ നോക്ക്, എനിക്ക് വേറെ പണിയുണ്ട്, നിന്നോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതല്ല എന്ന് പറയുകയാണ്. അങ്ങനെ വിഷമിച്ച് നിൽക്കുന്ന രേവതിയെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്.